എറണാകുളം ചേരാനല്ലൂർ ബ്ലായ്ക്കടവിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വ്യവസായശാലകളിലെ രാസമാലിന്യമാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്നേഹമോൾ നൈനാൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സ്നേഹ, ഇത് എത്രത്തോളം മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്? ഇത് തുടർന്നുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതൽ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? എന്താണ് അവിടെ സ്ഥിതി? രാജീവ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നതായിട്ട് നിരവധി വാർത്തകളൊക്കെ തന്നെയും വന്നിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ മാർച്ചിനായിരുന്നു ഇത്തരത്തിൽ ഈ മീനുകൾ ചത്തുപൊങ്ങിയത്. ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ ചേരാനല്ലൂർ ബ്ലായ്ക്കടവിലുള്ള ഈ മേഖലയിൽ ഈ കൂട്ടത്തോടെ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത്. ഈ കൂട്ടുകൃഷിയാണ് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ നടത്തുന്നത്. ഈ കൂട്ടുകൃഷിയിലാണ് ഇത്തരത്തിൽ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതായിട്ട് കാണുന്നത്. ഇന്നലെ ഈ വെള്ളം പതഞ്ഞു പൊങ്ങുന്നതായിട്ടും ഇവർ കണ്ടിരുന്നു എന്ന് പറയുന്നു. നേരെ നോക്കിയാൽ തന്നെ കാണാം വരാപ്പുഴ പാലമാണ്. പാലത്തിന് തൊട്ട് അടുത്തായിട്ട് ഏകദേശം 5-6 കിലോമീറ്റർ അകലെയായിട്ട് ഇടയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് നിരവധി വ്യവസായ മേഖലകളുണ്ട്. ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന രാസമാലിന്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ചേട്ടാ, ഇത് ഈ ശരിക്കും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളാണല്ലോ. ഇത് ശരിക്കും ഇതിന് കാരണം നിങ്ങൾ നിരവധി തവണ ഉന്നയിച്ചതാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതിനുള്ള പരിഹാരം ഇതുവരെ കാണാൻ സാധിക്കും? ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇതിനിപ്പോൾ. കാരണം വെച്ചാൽ എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതുപോലെ ഇത്രയുള്ള ചെറിയ പൂച്ചൂട്ടി പോലത്തെ കുഞ്ഞുങ്ങളിട്ടാണ് ഈ ഇത്ര ആക്കുന്നത്. കഴിഞ്ഞ വർഷം 2 കിലോ വരെ ആയ മീനാണ് ചത്തു പൊങ്ങിയത്. 10 ലക്ഷം രൂപ നമുക്ക് കൂട് കൃഷിയുടെ ഇതിൽ നഷ്ടം വന്നു. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കാറായിട്ടില്ല. അതിക്ക് മുമ്പാണ് ഇങ്ങനെ വിഷവെള്ളം വിട്ട് ഡെയിലി 5-10 ഒക്കെ ചത്തുകൊണ്ട്. ഇതിപ്പോൾ ഒരു മാർച്ച് ഒരു മെയ് ആകുമ്പോഴേക്കും കൂട്ടത്തിൽ വെള്ളം വിടും. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞ കൊല്ലത്തെ പോലെ ചത്തുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഇടങ്ങേറായി പോകും. ഈ ഇവിടെയുള്ള കൂട് കൃഷിക്കാരും ഈ കമ്പോല ഒരു സാധനം കിട്ടുന്നില്ല വലിച്ചിട്ട്. കറിക്ക് മാത്രം എന്തെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ നമുക്ക് വിൽപ്പനക്ക് പോലും ഒരു സാധനം കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. ഇത് ഒത്തിരി മീനുകൾ ഇന്ന് ഇവിടെ ചത്തുപൊങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര മീനുകൾ ഏകദേശം ചത്തുപൊങ്ങിയതായിട്ട്? മീൻ ഡെയിലി ഒരു കൂട്ടിൽ ഒരു 5-10 ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ പുഴകളിൽ ഇത് അതുണ്ട്. അതേപോലെ ബ്രാലി ഒക്കെ ചത്ത് കിടക്കണുണ്ട്. അതുപോലെ ഡെയിലി ഇങ്ങനെ ചത്തു വരുന്നുണ്ട്. ഇവർ രാത്രി ആകുമ്പോഴേ വിഷവെള്ളം വിടുന്നത്. നമുക്ക് ഇവിടെ വിഷവെള്ളം അടിഞ്ഞു കിടക്കുന്നത് രാത്രി ആകുമ്പോൾ കാണാൻ പറ്റും. പുറമേ ഇപ്പോൾ ഈ പകലൊക്കെ വന്നാലേ ജനങ്ങൾ കാണുള്ളൂ. രാത്രി ആകുമ്പോഴാണ് ഈ സാധനമൊക്കെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ കൂട്ടിലേക്ക് വന്ന് മീനെല്ലാം ചാകുന്നത്. ഇന്നിങ്ങനെ ഈ ചത്തുപൊങ്ങിയ കാര്യമൊക്കെ ഈ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിരുന്നു? അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം? പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്, ഫിഷറീസിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഇപ്പം നമ്മുടെ മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ട്, ഫിഷറീസിൽ വകുപ്പിൽ അവരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഈ രാത്രി ആകുമ്പോൾ ഈ വിഷവെള്ളം വിടുന്നത് എല്ലാ ദിവസവും വിടുന്നുണ്ട്. ഇതിനൊരു അറുതിയില്ല. അതാണ് അവസ്ഥ. രാജീവ്, ഈ കർഷകരൊക്കെ പറയുന്നതനുസരിച്ച് ഏകദേശം രാത്രി സമയത്താണ് ഈ വിഷവെള്ളം അവിടുന്ന് തുറന്നു വരുന്നത്. രാസമാലിന്യങ്ങൾ കലർന്ന വെള്ളം ഈ വ്യവസായ മേഖലകളിൽ നടക്കം തുറന്നു വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം രാത്രി കാലങ്ങളൊക്കെ തന്നെയും പതഞ്ഞു പൊങ്ങിയ രീതിയിൽ കാണപ്പെടുന്നത്. നിരന്തരം ഇവർ ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെ ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഈ കർഷകർക്ക് നേരിടേണ്ടി വന്നതായി എന്നാണ് ദിനംപ്രതി ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നാണ് നിലവിൽ കർഷകർ പറയുന്നത്.